ഇന്ന് ഞാൻ എണ്ണയില്ലാതെ ശകല സുഖിയൻ ഉണ്ടാക്കാൻ പോവാം. ചായക്കടയിലൊക്കെ നമുക്ക് കിട്ടുന്നതല്ലേ. അതിനുണ്ട് മോദകം എന്ന് ചില നാട്ടിൽ പറയും, ചിലർ സുഖിയൻ എന്ന് പറയും, പിന്നെ പൈറസഞ്ചി എന്ന് പറയും. അപ്പോൾ അത് എണ്ണയില്ലാതെ ഇന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ ചെയ്ത് കാണിക്കാവേ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എണ്ണയില്ലാതെ ഏത്തക്കാപ്പം ഉണ്ടാക്കി അതൊരു 4 ലക്ഷം പേരൊക്കെ കണ്ടിട്ടുണ്ട്. ബാഡ് കമൻറ്റ് പറഞ്ഞവരുമുണ്ട്, നല്ല കമൻറ്റ് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചവരുണ്ട്, ഇനി ഇങ്ങനത്തെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഇത് ഞാൻ ആവശ്യത്തിനുള്ള പയർ പുഴുങ്ങിയെടുത്ത്, പിന്നെ അതിന് ഏലക്കായും ജീരകവും പൊടിച്ചു, ഒരു ശകലം ഓട്സ്. നമുക്ക് ഈ ചെറുപയർ ഇങ്ങനെ അവ ഉണ്ടാക്കുമ്പോൾ ഇതിന് അവലാണ് ആവശ്യം. അവലിട്ടാൽ നമുക്ക് ശകലം കൂടെ ഒരു മുറുക്കം കിട്ടും. അതിന് അവലാണ് ആവശ്യം. അതിന് അവലില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഓട്സ് ചേർക്കുക. ഇല്ലെങ്കിൽ ചിലർ അരിപ്പൊടി വറുത്ത അരിപ്പൊടി ചേർക്കുന്നവരുമുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കുമല്ലേ, നിങ്ങളെ കാണിക്കുമല്ലേ ഇതുണ്ടാക്കി എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനാവശ്യമായ ശർക്കര ഞാനിത് ഈ പാനിയാക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് സാധനമേ ഉള്ളൂ, ഒരു 4-5 എണ്ണത്തിൽ കൂടെ ഉണ്ടാക്കാൻ കാണിക്കത്തില്ല. അപ്പോൾ അതിനാവശ്യമായ ശർക്കര ഞാൻ ഉരുക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ശർക്കര പാനിയായേ ഇങ്ങനെ ശർക്കര നമ്മൾ ഒരിച്ചെടുക്കണം. പാനിയാക്കുമല്ല, പതിയം പരുവം കഴിഞ്ഞതേ ഉണ്ട്. ഇങ്ങനെ ശർക്കര ഒന്ന് കറുത്ത ഒരു പരുവം, ഒരു നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ ആക്കണം. അതുപോലെ ആക്കി കഴിയുമ്പോൾ നമ്മൾ ഈ പയറിൻ്റെ കുറച്ച് അങ്ങോട്ട് ഇടുക. ഇത്തിരി ഒന്നും വേണ്ട, നമുക്കൊരു 3-4 എണ്ണം ഉണ്ടാക്കിയാൽ മതി. കുറച്ചിടുക. ഈ നല്ലോണം കുറച്ച് വെക്കണം, തീയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ ശകല ഓട്സ് ആയിപ്പോൾ ഇടുന്നത്. അവലുണ്ടെങ്കിൽ അവൽ നല്ലതാണ്, അവലാണ് നല്ലത്. പിന്നെ ഏലക്കായും ജീരകവും പൊടിച്ചത് ഒരു ശകലം. ഒത്തിരി ഏലക്കായൊന്നും വേണ്ട, ഒരു 2 ഏലക്കായും ജീരകവും പൊടിച്ചത്. ഇനി നമ്മളതൊന്ന് ഇളക്കി യോജിപ്പിക്കും. നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാൻ തീരെ ആവശ്യമില്ല. ഇത് നമുക്ക് തണുക്കുന്ന നേരത്തേന് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. മൈദ മാവ് കലക്കാം. ഇതിങ്ങനെ ഇരുന്നൊന്ന് തണുക്കട്ടെ. അതിനാവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കുകയാണേ. ഇത്തിരി വെള്ളമായിട്ടൊന്നും കലക്കാൻ പറ്റത്തില്ല. ശകലം മൈദ എടുത്തിട്ടുണ്ട്. ശകലം മൈദ എടുത്ത്, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് അറിഞ്ഞ് ചോദിക്കുന്നുണ്ട് മൈദയ്ക്ക് അങ്ങനെ മഞ്ഞ കളർ വന്നല്ലോ. ഒന്നെങ്കിൽ ഫുഡ് കളർ ചേർക്കും, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടും. അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് ഞാനൊരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതാണ് കളർ വന്നത്. ഫുഡ് കളറൊന്നും നമ്മൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം അതുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അന്നേരം മൈദയ്ക്ക് മഞ്ഞ കളർ വന്നത് എങ്ങനെയാണെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് ശർക്കര കട്ടിയായിട്ട് കുഴയ്ക്കണം, തീരെ വെള്ളമായിട്ട് കുഴയ്ക്കാതെ. നമുക്ക് സുഖിയിൽ ഉരുട്ടി വെച്ചേക്കുന്ന സാധനത്തിനകത്തൊന്നും മുങ്ങി പെരണ്ട് വരും. വെള്ളം പോലെ ആയാൽ അത് ശരിയാകത്തില്ല. ശർക്കരയും കൂടെ ഒഴിക്കാം. കിണക്കിനകത്ത് നല്ലൊന്ന് ഉരുട്ടിയെടുക്കാം. കട്ടയില്ലാതെ മൈദ ഉടച്ചെടുക്കാം. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത്, അതായത് സാധാരണക്കാരുടെ ഓവൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ എണ്ണയില്ലാതെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏത്തക്കാപ്പം ഉണ്ടാക്കിയതും അങ്ങനെയാണ്. എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയില്ല, നമ്മൾ ഓവനകത്തും ഉണ്ടാക്കിയില്ല. സാധാരണക്കാരുടെ ഓവൻ, അതായത് നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ലാത്ത ഒരു ഫ്രൈ പാൻ എടുക്കുക, തീ കത്തിക്കുക. വിശദമായിട്ട് ആരെയും പറഞ്ഞു തരുമോ? അടുപ്പ് വെച്ച് ചൂടാക്കുക. ഈ പാൻ അടുപ്പ് വെച്ച് ചൂടാക്കുക. പിന്നെ ഒരു അലുമിനിയത്തിൻ്റെ തട്ട, സ്റ്റീലിൻ്റെ തട്ട അങ്ങനെ ഉപയോഗിക്കാറില്ല, അലുമിനിയത്തിൻ്റെ തട്ട. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാത്രം ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അന്ന് ഏത്തക്കാപ്പം മുറിച്ചപ്പോൾ എൻ്റെ കയ്യിൽ എണ്ണ ഇരിക്കുന്നത് കണ്ടെന്ന്. അപ്പോൾ ഈ തട്ടിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ശകലം എണ്ണ തൂത്തിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാവോ? ഇതിന് വെക്കുന്ന സാധനം ഇളകി പോരാൻ വേണ്ടിയിട്ട് കണ്ടോ. ഇങ്ങനെയാണ് തൂത്തത്. ആ എണ്ണയാണ് കയ്യെ കണ്ടത്. ഇത് ഇതിൻ്റെ മേളിലേക്ക് വെക്കുക. ഇതിപ്പോൾ നല്ല ഫുൾ കിടക്കുകയാണ് ചൂട്. അതൊന്ന് ചൂടായി വരട്ടെ. അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് സൂചിനകത്ത് മുക്കി വെക്കാം. ഇപ്പം നമ്മുടെ ഓവൻ ചൂടായി കണ്ടല്ലോ. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ കിടക്കുകയാണ്. അതിനി ബാറ്റർ ശരിയാക്കലേ ഇങ്ങനെ ഈ പരുവത്തിലാക്കണം. മഞ്ഞ കളർ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ഈ ഉരുണ്ട ഇതിനകത്തോട്ട് മുക്കുക. നമുക്കിപ്പോൾ എണ്ണയൊന്നും അധികം കഴിക്കാൻ വയ്യാത്തവർക്ക്
ഒരു സുഖിയനൊക്കെ തിന്നണമെന്ന് തോന്നി. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ഇതിപ്പോൾ ഇതിലിട്ട് വെക്കുക. ചൂടുണ്ടല്ലോ, കേട്ടല്ലോ. ഇതാണ് സാധാരണക്കാരുടെ ഓവൻ. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ എണ്ണയെ മുക്കി ചൂടാക്കുന്നതല്ല. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പലഹാരം നമ്മുടെ വീട്ടിലുണ്ട്. നമുക്കിത് ഇതുപോലെ ചൂടാക്കി എടുക്കാം. ഓവനൊന്നും വേണ്ട, നമുക്ക് ഇതുപോലെ ചൂടാക്കി എടുക്കാം. ഇതുപോലെ തട്ട് വെച്ച് ചൂടാക്കിയിട്ട് എടുക്കാം. അത് മനസ്സിലായവരുണ്ടോ വീഡിയോയ്ക്കകത്ത്? അപ്പോൾ അത് അങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എണ്ണയില്ലാതെ ഇങ്ങനെ എണ്ണയ്ക്കകത്ത് മുക്കി പൊരിക്കുന്നതിന് നല്ലതാണ് ഇങ്ങനെ. ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി സാധനം എല്ലാം വെന്തല്ലേ, അപ്പോൾ ഒന്നും വേകാനൊന്നുമില്ല. പയറ്, ശർക്കര ഇതെല്ലാം നല്ല ഇതായത്. അപ്പോൾ നമ്മളിതിങ്ങനെ മുക്കി വെക്കുമ്പോൾ ഈ പുറത്തെ മാവൊന്ന് എന്ത് കിട്ടിയാൽ മതി. നല്ല ടേസ്റ്റായിട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയതുപോലെ തന്നെ നമുക്ക് തിന്നാൻ പറ്റും. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. കമൻറ്റ് പറയണം. കമൻറ്റ് പറയുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങളുടെ കമൻറ്റുകളാണ് എന്നെ മുന്നോട്ട് ഓടാൻ പ്രചോദനം തരുന്നത്. അപ്പോൾ അതെ, ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചു. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ കിടക്കുവാണേ. ഇനി നമുക്കതൊരു മീഡിയം ആക്കാം. ശകലം മീഡിയം ആക്കിയിട്ട് ഇതുപോലെ തന്നെ അടപ്പ് കൊണ്ട് അടയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് ഓപ്പോസിറ്റ് സൈഡ് മറിച്ച് വെക്കണം. അത്രയേ ഉള്ളൂ. 5 മിനിറ്റ് ആകട്ടെ. ഇപ്പോൾ 5 മിനിറ്റായി. നമ്മുടെ സുഖിയനൊന്ന് നോക്കാവേ എങ്ങനെയായെന്ന്. റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ചട്ടുകം വേണ്ട, ഇനി സ്പൂണ് കൊണ്ടാണ് നമ്മൾ തിരിച്ചിടേണ്ടത്. സ്പൂണ് കൊണ്ടൊന്ന് തിരിച്ച് വെക്കുക. ഇങ്ങനെ സ്പൂണ് കൊണ്ട് തിരിച്ച് വെക്കുക. ഓൾറെഡി വെന്തിരിക്കുക സാധനം. ഒരു വശം കൂടെ നമുക്കൊന്ന് വെന്താൽ മതി. അപ്പോൾ ഞാൻ തീ കുറച്ചിട്ടിട്ടാണ് മറിച്ചിടുന്നത് കേട്ടോ. ഇങ്ങനെ മറിച്ച് വെച്ചു. ഒന്ന് തിരിച്ചൊന്ന് വെച്ചാൽ മതി ജസ്റ്റ്. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കുക. ആ പാടെ നമുക്ക് 10 മിനിറ്റ് മതി. 5 മിനിറ്റും കൂടെ ഒന്ന് വെച്ചേക്കും. എൻ്റെ എണ്ണ ഇല്ലാതെ ഉണ്ടാക്കിയ സുഖിയൻ റെഡി. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക.